2021 വന്ന റാങ്ക് ലിസ്റ്റ് പ്രകാരം 57 അഡ്വൈസസ് ആണ് പോയിരിക്കുന്നത്. അതായത് നമുക്ക് ഒരുപാട് വേക്കൻസീസ് ഒന്നും ഇല്ല എന്നുള്ള ഒരു കോൺസെപ്റ്റിലാണ്. ശരിക്കും ഈ പോസ്റ്റിനെ കുറിച്ചിട്ട് പല ബിടെക്കുകാർക്കും അറിയത്തില്ല ഇങ്ങനൊരു പോസ്റ്റ് ഉണ്ടെന്നും. ലാസ്റ്റ് ഡേറ്റ് ഇപ്പം നമുക്ക് വന്നിട്ടുള്ള നോട്ടിഫിക്കേഷൻ ഇപ്പം ആക്റ്റീവ് ആണ്, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. നമ്മുടെ ഈ ഒരു ചാനലിലുള്ള ബിടെക്കുകാർക്ക് വേണ്ടിയിട്ട് ഈ ഒരു അവസരം എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. ടീച്ചറെ, എന്താണ് ഈ ഒരു ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസ് എന്ന് പറയുന്നത്? കേരളത്തിലെ ഏറ്റവും മികച്ച എക്സ്പെർട്ട് ആയിട്ടുള്ള ടീച്ചേഴ്സിന്റെ വീഡിയോ ക്ലാസ്സുകളും അതേപോലെ തന്നെ കണ്ടന്റ് ലൈവ് ക്ലാസ്സുകൾ, അതുപോലെ തന്നെ PDF നോട്ട്സ്, കണ്ടന്റുകൾ, എക്സാമുകൾ. ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഒറ്റയ്ക്കല്ല, മറ്റൊരു ടീച്ചർ കൂടെ നമ്മളോടൊപ്പം ഉണ്ട്, അമ്മു മിസ് ആണ്. സോ ഈ ഇന്നത്തെ വീഡിയോ നമ്മൾ ബിടെക് പാസ്സായിട്ടുള്ള നമ്മുടെ യൂട്യൂബ് ചാനലിന്റെ ഫോളോവേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ബിടെക് പാസ്സായിട്ടുള്ള വിദ്യാർത്ഥി, ബിടെക് ഏതായിക്കോട്ടെ, ഏത് സബ്ജക്റ്റ് ആയിക്കോട്ടെ, ഏത് ഇതായിക്കോട്ടെ, അത് പാസ്സായവർക്ക് വേണ്ടിയിട്ട് PSCയുടെ വലിയൊരു അവസരം വന്നിരിക്കുകയാണ്. ഈ കാണുന്ന ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ എന്ന് പറയുന്ന ഒരു വലിയ തസ്തികയാണ്, വലിയൊരു അവസരമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ആ ഒരു ടെക്നിക്കൽ മേഖലയിൽ ഒരു പരിചയസമ്പത്തുള്ള ഒരാൾ വേണമല്ലോ. അത്തരത്തിൽ നമ്മുടെ എൻട്രിയുടെ ടെക്നിക്കൽ ടീച്ചിങ് ഭാഗം കൃത്യമായിട്ട് ഹാൻഡിൽ ചെയ്യുന്ന ഫേമസ് ആയിട്ടുള്ള നമ്മുടെ ടീച്ചറാണ് അമ്മു മിസ് എന്ന് പറയുന്നത്. നമുക്ക് ടെക്നിക്കൽ PSCക്ക് വേണ്ടി തന്നെ ഒരു യൂട്യൂബ് ചാനലും ഉണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. അറിയാത്തവരുണ്ടെങ്കിൽ അത് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ ലിങ്ക് താഴെ ഇട്ടേക്കാം. അപ്പോൾ ആ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ടീച്ചറോട് ചെയ്തിട്ടുണ്ട്. എങ്കിലും നമ്മുടെ ഈ ഒരു ചാനലിലുള്ള ബിടെക്കുകാർക്ക് വേണ്ടിയിട്ട് ഈ ഒരു അവസരം എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. ടീച്ചറെ, എന്താണ് ഈ ഒരു ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ എന്ന് പറയുന്നത്? ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബിടെക് ഏത് ബ്രാഞ്ച് പഠിച്ച ഉദ്യോഗാർത്ഥികൾക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ്. അതായത് പേര് പറയുന്ന പോലെ ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ. അതായത് നമ്മൾ ഇൻഡസ്ട്രികളുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് നമുക്ക് ഗവൺമെന്റിൽ നിന്ന് സാങ്ഷൻ കിട്ടണമെങ്കിൽ ഇൻഡസ്ട്രികൾ ഡയറക്റ്റ്ലി ഗവൺമെന്റിന് നമുക്ക് സാങ്ഷന് പോകാൻ പറ്റില്ല. അതിൻ്റെ ഇടയ്ക്ക് ഒരു ബ്രിഡ്ജായിട്ട് ആക്ട് ചെയ്യുക എന്നുള്ളതാണ്. സാധാരണ നമ്മുടെ റുട്ടീൻ ഓഫീസ് ജോബിൽ നിന്നൊക്കെ മാറി കുറച്ച് നമുക്ക് ഇൻഡസ്ട്രിയിലുള്ള പ്രമുഖരായിട്ടുള്ള ആൾക്കാരുമായിട്ടും സ്റ്റാർട്ടപ്സ് തുടങ്ങുന്ന ആൾക്കാരും ഇൻവെസ്റ്റേഴ്സുമായിട്ടൊക്കെ ഒന്ന് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റി ഒരുപാട് ഗ്രോത്ത് ഉള്ള ഒരു പോസ്റ്റാണ് ശരിക്കും പറഞ്ഞത്. ശരിക്കും ഒരു ഗ്ലാമറസ് ജോബ് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് സ്റ്റാർട്ടിംഗ് ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസറായിട്ട് തുടങ്ങി അസിസ്റ്റന്റ് ഡയറക്ടർ എന്ന് പറയുന്ന പോസ്റ്റുകൾ വരെ ഈ ഇതിന്റെ കീഴിലാണ് വരുന്നത്. ഡയറക്ടർ നമുക്ക് പറ്റത്തില്ല, IAS പോസ്റ്റ് ആണ്. ഇത് നമുക്ക് ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റിലേക്കാണ്. 18 to 36 തന്നെ. ഏജ് ലിമിറ്റ് മറ്റേതുപോലെ തന്നെ LDC ഒക്കെ അപ്ലൈ ചെയ്യുന്ന പോലെ തന്നെ 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയാണ് ജനറൽ കാറ്റഗറിയുടെ പ്രായപരിധി എന്ന് പറയുന്നത്. അതിൽ തന്നെ നിങ്ങൾ OBC വിഭാഗത്തിലുള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് 3 വർഷത്തെ വയസ്സിലുണ്ട്, അതായത് 39 വയസ്സുള്ള വിദ്യാർത്ഥിക്ക് അപ്ലൈ ചെയ്യാം. ഇനി നിങ്ങളൊരു SC/ST കാൻഡിഡേറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് 5 വർഷത്തെ വയസ്സിലുണ്ട്, അതായത് 41 വയസ്സുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വയസ്സും കാര്യം വ്യക്തമായി, അതുപോലെ തന്നെ ഏത് ഡിപ്പാർട്ട്മെന്റ് ആണെന്ന കാര്യം വ്യക്തമായി, അതോടൊപ്പം തന്നെ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ബിടെക് ഉണ്ടെങ്കിൽ ഇതിന് അപ്ലൈ ചെയ്യാന്നുള്ള കാര്യവും മനസ്സിലായി. പിന്നെ സാലറി സ്കെയിൽ പറയുവാണെങ്കിലും നമ്മൾ സാധാരണ ബിടെക് കഴിഞ്ഞവർ ഏറ്റവും കിട്ടാവുന്ന നല്ല ജോലി എന്ന് പറഞ്ഞാൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ ആണ് ബിടെക് വെച്ചിട്ടുള്ള ക്വാളിഫിക്കേഷൻ. അപ്പം നമുക്ക് അതിനേക്കാളും ഒക്കെ പേ സ്കെയിൽ കൂടുതൽ, അതായത് സ്റ്റാർട്ടിംഗ് തന്നെ 50,000 മേലെ സാലറി ഉള്ള ഒരു പോസ്റ്റ് തന്നെ. അപ്പം ബേസിക് 50 എന്ന് പറയുമ്പോൾ ബാക്കി അലവൻസ് ഒക്കെ വരുമ്പോൾ കുറച്ചുകൂടെ പൈസ കൂടുതലായിട്ട് ലഭിക്കുന്നതാണ്. ഇനി ഒരു പക്ഷേ ടീച്ചറെ, കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ അറിയാൻ താല്പര്യമുള്ളത് ഇത് എത്ര പോസ്റ്റ് നിയമനം നടക്കും എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് തീർച്ചയായിട്ടും പ്രീവിയസ് ആയിട്ടുള്ള നോക്കിയാലോ. അപ്പം നമുക്ക് കഴിഞ്ഞ എക്സാം നടന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് എക്സാം കുറച്ച് മുന്നത്തെ പോലെ അല്ല. PSC ഇപ്പോൾ കുറച്ചുകൂടെ അടുത്തടുത്ത എക്സാംസും റാങ്ക് ലിസ്റ്റും ഒക്കെ പബ്ലിഷ് ചെയ്യുന്നതിൽ കുറച്ച് ഫാസ്റ്റ് ആക്കിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് 2021 കഴിഞ്ഞ റാങ്ക് ലിസ്റ്റ് വന്നത്. 2021 അപ്പം നമുക്ക് 2021 വന്നു. നമുക്ക് ടോട്ടൽ വന്ന അഡ്വൈസസ് എന്ന് പറഞ്ഞാൽ 2021 വന്ന റാങ്ക് ലിസ്റ്റ് പ്രകാരം 57 അഡ്വൈസസ് ആണ് പോയിരിക്കുന്നത്. അതായത് നമുക്ക് ഒരുപാട് വേക്കൻസീസ് ഒന്നും ഇല്ല എന്നുള്ള ഒരു കോൺസെപ്റ്റിലാണ്. ശരിക്കും ഈ പോസ്റ്റിനെ കുറിച്ചിട്ട് പല ബിടെക്കുകാർക്കും അറിയത്തില്ല ഇങ്ങനൊരു പോസ്റ്റ് ഉണ്ടെന്നും ഇത്രയധികം നിയമനം നടക്കുമെന്നും അറിയത്തില്ല. അപ്പോൾ 57 അഡ്വൈസസ് പോയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അത്യാവശ്യം ടെക്നിക്കലിനെ സംബന്ധിച്ച് വലിയൊരു നമ്പർ തന്നെയാണ് 57 എന്ന് പറയുന്നത്. അതായത് എല്ലാ ബ്രാഞ്ചും ഉൾപ്പെടെ. അപ്പോൾ 2021 വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം 3 വർഷമാണ് വാലിഡിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ 2024 വരെ നമുക്ക് ലിസ്റ്റ് ഉണ്ട്. അതായത് ഈ വർഷം ഡിസംബർ വരെ നമുക്ക് റാങ്ക് ലിസ്റ്റ് ഉണ്ട്. ഇനിയും ഇതിൽ നിന്ന് ചിലപ്പോൾ നിയമനം നടന്നേക്കാം, കാര്യം ഇനി നമുക്ക് സമയമുണ്ട്. അപ്പോൾ നമുക്ക് ലാസ്റ്റ് അഡ്വൈസ് പോയേക്കുന്നത് 2023 ഡിസംബറിലാണ്. അപ്പോൾ ഇനി നമുക്ക് വല്ല വേക്കൻസീസും വരുവാണെങ്കിൽ നമുക്കിതുപോലെ ഈ റാങ്ക് ലിസ്റ്റിൽ നിന്ന് ഡിസംബർ വരെ നിയമനം നടക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു റാങ്ക് ലിസ്റ്റിൻ്റെ ഒരു ഓപ്പൺ കാറ്റഗറി 46 അങ്ങനെയാണ് പോയിരിക്കുന്നത്. അപ്പം അത്യാവശ്യം നല്ല രീതിക്ക് അഡ്വൈസസ് പോവും. പിന്നെ ഇത് ചിലപ്പം ആന്റിസിപ്പേറ്റഡ് വേക്കൻസീസ് എന്ന് പറഞ്ഞാൽ റാങ്ക് ലിസ്റ്റ് ഓൾറെഡി ഉണ്ടെങ്കിൽ ആന്റിസിപ്പേറ്റഡ് എന്ന് പറഞ്ഞേ പറയാറുള്ളൂ, കറക്റ്റ് നമ്പർ പറയാറില്ല. കാര്യം എത്ര ഇത് വെച്ച് ഫിൽ ആവുമെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. അത് എന്തായാലും ഒരു 20 മിനിമം പ്രതീക്ഷിക്കാം. അതിന് ആ ഒരു കാലയളവിൽ ചിലപ്പോൾ ഇതേപോലെ തന്നെ അഡ്വൈസസ് പോകാനും ചാൻസ് ഉണ്ട്. അവിടെ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ ഇപ്പോൾ 2024 നോട്ടിഫിക്കേഷൻ വന്നു.
ഇനി അടുത്ത നോട്ടിഫിക്കേഷൻ 2027 അടുത്തൊരു ഇതുപോലത്തെ ഒരു അവസരം നോട്ടിഫിക്കേഷൻ വരുള്ളൂ. ഓക്കെ, ബാക്കി ഡീറ്റെയിൽസ് പിന്നെ നമുക്ക് മുന്നത്തെ നോട്ടിഫിക്കേഷൻസ് നോക്കുവാണെങ്കിൽ 2010 നോട്ടിഫിക്കേഷൻ ആദ്യം വന്നത്. പിന്നെ അതിൻ്റെ എക്സാം നടന്നത് നമുക്ക് അഡ്വൈസ് പോയത് 2014, 4 വർഷം ഗ്യാപ്പ് വന്നു. പിന്നെ നോക്കിയാൽ 2017 പിന്നെ അതിന് ശേഷം നമുക്ക് ലാസ്റ്റ് അഡ്വൈസ് വന്നത്. അപ്പോൾ ലാസ്റ്റ് അഡ്വൈസ് കഴിഞ്ഞിട്ടാണ് അടുത്ത നോട്ടിഫിക്കേഷൻ വന്നത്. അപ്പോൾ 2018 അങ്ങനെയാണ് നമ്മുടെ ലിസ്റ്റ് തീർന്ന് ലാസ്റ്റ് അഡ്വൈസ് പോയി ശേഷമാണ് നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. ഇവിടെ നമുക്ക് 2022 നമ്മുടെ വന്ന റാങ്ക് ലിസ്റ്റ് 2025 തീരുന്നതിന് മുന്നേ തന്നെ നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നെങ്കിൽ നമുക്ക് മിക്കവാറും അത്യാവശ്യം നല്ല രീതിയിലുള്ള വേക്കൻസീസ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പം ചിലപ്പം ടെക്നിക്കൽ നമ്മൾ ബിടെക് പഠിച്ചിട്ടും വേറെ നമ്മൾ ജനറൽ എക്സാംസ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ചിലപ്പം ഇതിലേക്ക് ഒരു കണക്ഷനും ഇല്ല, ഞാൻ എങ്ങനെ പഠിച്ചു തുടങ്ങും എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എക്സാമിന് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്, എല്ലാ ബ്രാഞ്ചും നമുക്ക് ആർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് തന്നെ ബേസിക് ആയിട്ട് നമുക്ക് കുറച്ച് എഞ്ചിനീയറിംഗ് സ്ട്രീമുകളുണ്ട്. അതായത് കോറായിട്ട് നമ്മൾ എഞ്ചിനീയറിംഗ് പറയാറുള്ള സിവിൽ ഉണ്ട്, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ്. ഈ 5 ബ്രാഞ്ചിനെ ബേസ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. എന്ന് വെച്ചാൽ ഈ 5 ബ്രാഞ്ചുകാർക്ക് മാത്രമല്ല അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്, പ്രൊഡക്ഷൻകാർക്കും ബയോമെഡിക്കൽകാർക്കും എല്ലാവർക്കും തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പം നമ്മുടെ എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ ഏപ്രിലാണ് വന്നിരിക്കുന്നത്. 6 മാസത്തിനുള്ളിൽ തന്നെ നമ്മൾ മിക്കവാറും ഡിസംബറോ അല്ലെങ്കിൽ അടുത്ത വർഷം ആദ്യം തന്നെ എക്സാം പ്രതീക്ഷിക്കുന്നുണ്ട്. സ്റ്റേറ്റ് വൈഡ് ആണ്. ലാസ്റ്റ് ഡേറ്റ് ഇപ്പം നമുക്ക് വന്നിട്ടുള്ള നോട്ടിഫിക്കേഷൻ ഇപ്പം ആക്റ്റീവ് ആണ്, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. 2-ാം തീയതി. ഓക്കെ, അപ്പോൾ ഇനി നമ്മുടെ സബ്ജക്റ്റ് വൈസ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ബേസിക്കലി നമുക്ക് സിവിലുണ്ട്, അതുപോലെ തന്നെ മെക്കാനിക്കൽ, ഇൻഡസ്ട്രിയൽ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു പേപ്പറുണ്ട്. എനിക്ക് തോന്നുന്നു ബിടെക് പഠിച്ചവർക്ക് നമ്മൾ 7th സെമ്മിലോ മറ്റോ പഠിക്കുന്ന ഒരു പേപ്പറാണ്, മാനേജ്മെൻറ്റ് പേപ്പറാണത്. അപ്പോൾ അതുകൊണ്ട് അവർക്കത് അതെല്ലാ ബ്രാഞ്ചുകാരും പഠിക്കുന്നതാണ്. അപ്പോൾ അത് മെക്കാനിക്കലിൻ്റെ കൂടെ 10 മാർക്ക് മെക്കാനിക്കൽ, 10 മാർക്ക് ഇൻഡസ്ട്രിയൽ മാനേജ്മെൻറ്റ് എന്ന രീതിയിലാണ് മെക്കാനിക്കൽ ഇത് ഈ ഒരു 20 മാർക്ക് പോയിരിക്കുന്നത്. ബാക്കി സിവിൽ, ഇലക്ട്രിക്കൽ, കമ്പ്യൂട്ടർ സയൻസ്, ഇലക്ട്രോണിക്സ് ഒക്കെ എടുത്താൽ 20 മാർക്കാണ്. ഇതിൽ ഈ മാനേജ്മെൻറ്റ് വന്ന എന്താണെന്ന് വെച്ചാൽ ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റാണ്. അവിടെ കൂടുതലും മാനേജ്മെൻ്റ് ആണ്, നമുക്ക് കൂടുതൽ ആൾക്കാരെ മാനേജ് ചെയ്യണം. നമുക്ക് അവിടെ പേഴ്സണൽസിന്, അതായത് ആൾക്കാരെ എങ്ങനെ നമ്മൾ മാനേജ് ചെയ്യുന്നു എന്നുള്ള പേഴ്സണൽ മാനേജ്മെൻ്റ് ആണ് വരുന്നത്. അതുകൊണ്ടാണ് ഇൻഡസ്ട്രിയൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ടോപ്പിക് കൂടെ വന്നിരിക്കുന്നത്. അങ്ങനെ 5 എണ്ണം ചേർന്നിട്ട് 20 മാർക്കാണ് വെയിറ്റേജ് ഉള്ളത്. അപ്പം ഇപ്പോൾ സിവിൽ കഴിഞ്ഞ ഒരാളാണെങ്കിൽ ഈ 20 മാർക്ക് അയക്ക് കിട്ടും. പക്ഷേ ഈ 20 മാർക്ക് കൊണ്ട് അയക്ക് ഒരിക്കലും റാങ്ക് ലിസ്റ്റിൽ വരാൻ പറ്റും. അതുപോലെ ഇലക്ട്രിക്കൽ ആണെങ്കിലും പരീക്ഷകൾ എഴുതുന്നവർക്ക് ചിലപ്പോൾ നിങ്ങൾ പുതിയ ആളാണെങ്കിൽ പോലും, ഞാൻ പറയാം, ടെക്നിക്കൽ എക്സാംസിലേക്ക് എക്സ്പോസ്ഡ് ആവാത്ത ആൾക്കാർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടെങ്കിലും നിങ്ങൾക്കിപ്പം ഒരു തുടക്കക്കാരൻ എന്ന രീതിയിൽ അവരുടെ ബ്രാഞ്ചിന് 20 മാർക്കേ ഉള്ളൂ. ബാക്കി ഇത്രയും പുതിയതായിട്ട് ഒരു ബിഗിനറിന് പഠിച്ചു തുടങ്ങാവുന്നതേ ഉള്ളൂ. അപ്പം നമ്മുടെ പ്ലാറ്റ്ഫോം, എൻട്രിയുടെ പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ ആകെ സിവിലിന് മാത്രം കോച്ചിങ് കൊടുക്കുമോ മെക്കാനിക്കലിന് മാത്രം കോച്ചിങ് കൊടുക്കുന്ന അല്ലെങ്കിൽ ഒരു പ്ലാറ്റ്ഫോം അല്ല. എല്ലാ ബ്രാഞ്ചസും നമുക്കിവിടെ കോഴ്സ് ഉണ്ട്. മാത്രമല്ല 5 വർഷം അധ്യാപകരുണ്ട്, നമുക്ക് പ്രൂവൻ റിസൾട്ട്സും ഉണ്ട്. അപ്പം നമുക്ക് സിവിലൊക്കെ എടുക്കുവാണെങ്കിൽ LSTD ഒക്കെ 50-ന് താഴെ തന്നെ നമുക്ക് റാങ്ക് ലിസ്റ്റ് വന്ന് ആദ്യത്തെ അഡ്വൈസ് തന്നെ പോയ ആൾക്കാരുണ്ട്. ഇപ്പോൾ ഇലക്ട്രിക്കൽ എടുത്തു കഴിഞ്ഞാൽ സബ് എഞ്ചിനീയറിൻ്റെ ലിസ്റ്റൊക്കെ നല്ല റാങ്ക് ലിസ്റ്റ് വന്നു. അപ്പോൾ എല്ലാത്തിലും നമുക്ക് പ്രൂവൻ ആയിട്ടുള്ള റിസൾട്ട്സ് ഉണ്ട്, ഫാക്കൽറ്റീസ് ഉണ്ട്. കേരളത്തിലെ തന്നെ നമ്പർ 1 ഫാക്കൽറ്റീസ് ടെക്നിക്കലിന് വേണമെങ്കിൽ നമുക്ക് അവകാശപ്പെടാം. അപ്പം അങ്ങനെയുള്ള ഫാക്കൽറ്റീസ് നിങ്ങൾക്ക് ഫ്രം ദി ബേസ് ആണ് പഠിപ്പിക്കുന്നത്. അതായത് സിവിലിൻ്റെ ഒരു ഉദ്യോഗാർത്ഥിക്ക് ഇലക്ട്രിക്കൽ ആണെങ്കിലും കമ്പ്യൂട്ടർ സയൻസ് ആയാലും ഇലക്ട്രോണിക്സ് ആണെങ്കിലും ബുദ്ധിമുട്ടില്ലാതെ വളരെ സ്ക്രാച്ചിൽ നിന്ന് തന്നെ പഠിപ്പിച്ച് തുടങ്ങുന്നതാണ്. നമ്മൾ ആ ഒരു മെത്തഡോളജിയാണ് നമ്മുടെ എൻട്രിയിൽ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എൻട്രിയിൽ ഐയുടെ കോഴ്സസ് ഉണ്ട്. കോഴ്സസ് നോർമൽ ബാച്ചും ഗോൾഡ് ബാച്ചും ഉണ്ട്. അപ്പോൾ നോർമൽ ബാച്ച് ആണെങ്കിൽ നിങ്ങൾക്ക് റെക്കോർഡഡ് വീഡിയോസിന് ആക്സസിബിൾ ആയിരിക്കും. പിന്നെ ഗോൾഡ് ബാച്ചസ് ആണെങ്കിൽ ഈ റെക്കോർഡഡ് വീഡിയോസ് കൂടാണ്ട് മെൻറ്റർ സപ്പോർട്ട്, അതുപോലെ തന്നെ നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സസ് ഉണ്ടായിരിക്കും. ലൈവ് ക്ലാസ് ഇപ്പം ഈ സിവിലൊക്കെ ആണെങ്കിൽ തിയറി മാത്രമാണ്. തിയറി നമുക്ക് ആർക്ക് വേണേൽ വായിച്ചെടുക്കാൻ പറ്റും. പിന്നെ നിങ്ങൾ ഇതിനകത്ത് സെൽഫ് സ്റ്റഡിയാണ് നിങ്ങൾ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സിവിൽ കഴിഞ്ഞ ഒരാൾക്ക് ഇലക്ട്രിക്കലിൻ്റെ ടെക്സ്റ്റ് വായിച്ച് എഴുതാൻ പറ്റും. പക്ഷെ അതിന് ഒരുപാട് സമയം വേണം. അപ്പോൾ അത് ഒരാൾ പറഞ്ഞു തന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് ഇതിനകത്ത്. അപ്പം പിന്നെ മാത്രമല്ല നമ്മൾ തിയറി പഠിച്ചാൽ പോരാ, ഏതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരും അത് വേറൊരു ബ്രാഞ്ചുകാർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതൊക്കെ നമ്മൾ ആ ഓറിയൻറ്റഡ് ആയിട്ടായിരിക്കും നമ്മുടെ ക്ലാസ്സസ് പോവാം. ഓക്കെ, അപ്പം കുട്ടികൾക്ക് ഒരു സംശയം ഉണ്ടായിരിക്കും, എങ്ങനെയാണ് ഈ കോഴ്സിൻ്റെ കാര്യങ്ങൾ വിളിച്ച് ചോദിക്കുക എന്നൊക്കെ ഉള്ള സംശയം ഉണ്ടാവും. അപ്പോൾ ഒന്ന് ഈ വീഡിയോയുടെ ഒരു നമ്പർ കാണിക്കുന്നുണ്ട്. ഇനി അതല്ല, നിങ്ങൾക്ക് വീഡിയോയുടെ പിൻ കമൻറ്റിലും ഡിസ്ക്രിപ്ഷനിലായിട്ട് ഒരു ഫോം തന്നിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾ ആ ഫോം ഫില്ല് ചെയ്യുക. ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഒരു ടീം തന്നെ നിങ്ങളെ അങ്ങോട്ട് കോൺടാക്ട് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ടെക്നിക്കൽ മേഖലയിൽ ഈ കുറഞ്ഞ കാലം കൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ റിസൾട്ട് ഉണ്ടാക്കിയ എൻ്റെയോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്കും അപ്ലൈ ചെയ്ത് ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങാം. നിങ്ങൾക്ക് വേണ്ട വീഡിയോ ക്ലാസ്സുകളും എക്സ്പെർട്ടായി കേരളത്തിലെ ഏറ്റവും മികച്ച എക്സ്പെർട്ട് ആയിട്ടുള്ള ടീച്ചേഴ്സിന്റെ വീഡിയോ ക്ലാസ്സുകളും അതേപോലെ തന്നെ കണ്ടന്റ് ലൈവ് ക്ലാസ്സുകൾ, അതുപോലെ തന്നെ PDF നോട്ട്സ്, കണ്ടന്റുകൾ, എക്സാമുകൾ, മുൻവർഷ ചോദ്യങ്ങൾ, മാതൃകാ പരീക്ഷകൾ, ഇതെല്ലാം എൻട്രി ആപ്പിലൂടെ ലഭ്യമാണ്. അപ്പോൾ മറക്കാതെ പറഞ്ഞ പോലെ അപ്ലൈ ചെയ്യുക. ആദ്യം അപ്ലൈ ചെയ്യുക, അതിനുശേഷം പഠിച്ചു തുടങ്ങുക. അപ്പോൾ ടീച്ചറൊക്കെ ഉഷാറായിട്ട് പഠിപ്പിക്കാനുണ്ട് കേട്ടോ.
ഓക്കെ, അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ യൂട്യൂബ് ചാനലും ഫോളോ ചെയ്യാൻ മറക്കണ്ട. എൻട്രി ടെക്നിക്കലാണ് ടെക്നിക്കലാണ്. അപ്പൊ അതുകൊണ്ട് അതുകൂടെ ഒന്ന് ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന നിരവധി കണ്ടന്റുകൾ അവിടെ നമ്മൾ ഇടുന്നുണ്ട്. അതുപോലെ അപ്ഡേറ്റുകൾ ഈ പരീക്ഷയുമായി ടെക്നിക്കൽ പരീക്ഷകളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ അപ്ഡേറ്റുകളും ആ ചാനലിൽ നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ടീച്ചർ ഇതിന് നമുക്ക് കമ്മ്യൂണിറ്റി വല്ലതും ഉണ്ടോ? വാട്സ്ആപ്പ് വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട്, നമുക്ക് ലിങ്ക് നമ്മൾ കൊടുക്കാം. കമ്മ്യൂണിറ്റി ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് നമ്മുടെ ഈ ഒരു ചാനലിലേക്ക് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കമ്മ്യൂണിറ്റി എല്ലാം അവൈലബിൾ ആയിട്ട് ലഭിക്കുന്നതാണ്. അതൊക്കെ നിങ്ങൾക്ക് അവിടെ പോയി ജോയിൻ ചെയ്യാം. അപ്പോൾ മറ്റൊരു വീണ്ടും കാണാം. ഓക്കെ, ബൈ.